ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഗാർഡനിങ് വ്ളോഗായിട്ടാണ്. ഞങ്ങളുടെ വീട്ടിലെ ഗാർഡൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻസൊക്കെ അറിയിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സിൻ്റെ കളക്ഷൻസ് ഇവിടെ ഉണ്ട്. എൻ്റെ ഉമ്മാൻ്റെ ഏറ്റവും വലിയൊരു ഹോബിയാണ് ഈ ഗാർഡനിങ് എന്ന് പറയുന്നത്. ഞങ്ങളെപ്പോഴും ഉമ്മാനെ കളിയാക്കിയിട്ട് പറയും, ഞങ്ങളെ കുട്ടികളെ നോക്കുന്ന പോലെയാണ് ഉമ്മ ചെടികളെ നോക്കുന്നത്. അതുപോലെ കൂടുതൽ സമയം ഉമ്മ ചിലവഴിക്കുന്നത് ഈ ഗാർഡനിങ്ങിൽ വേണ്ടിയിട്ടാകും. സ്കൂൾ കഴിഞ്ഞ് വന്നാലും ഒക്കെ ഇവിടെ ഇങ്ങനെ പ്ലാന്റ്സൊക്കെ കാണാൻ വരുന്ന എല്ലാവരും ചോദിക്കും, ടീച്ചർക്ക് എങ്ങനെയാണ് ഇത്ര സമയമൊക്കെ കിട്ടുന്നതെന്ന്. കാരണം ഉമ്മ സ്കൂളിൽ പോകുന്നതിൻ്റെ മുന്നും അതുപോലെ തന്നെ സ്കൂളിൽ പോയിട്ട് വന്നാലും അധികം ഈ ഒരു ചെടികളുടെ കൂടെ തന്നെ ആകും. ഇനിയിപ്പോൾ സമയം കിട്ടിയില്ലെങ്കിലും ഉമ്മ എങ്ങനെയെങ്കിലുമൊക്കെ സമയം ഉണ്ടാക്കിയിട്ട് ഈ ഒരു ഗാർഡനിങ്ങിനായിട്ട് നിൽക്കാറുണ്ട്. ഈ ചെടികളുടെയൊക്കെ പേരെന്താണെന്ന് കറക്റ്റായിട്ട് എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് ഒരുപാട് ചെടികൾ ഉള്ളതുകൊണ്ട് ഓരോന്നോരോന്നായിട്ട് കാണാം. ഈ കാണുന്നതൊക്കെ അഗ്ലോണിമ എന്ന് പറഞ്ഞ ചെടിയാണ്. അഗ്ലോണിമയുടെ ഒരുപാട് വെറൈറ്റീസ് ഇവിടെ ഉണ്ട്. ഇൻഡോർ പ്ലാന്റ് ആയിട്ടൊക്കെ ഒരുപാട് കാണപ്പെടുന്ന ഒരു ചെടിയാണ് ഈ അഗ്ലോണിമ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. പല കളറിലും പല ഡിസൈനിലൊക്കെ ഈ ഒരു ചെടി നമുക്ക് കാണാം. ഇപ്പം നമ്മളുടെ നാട്ടിലൊക്കെ കൂടുതലായിട്ട് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ചെടിയാണ് ഈ അഗ്ലോണിമ എന്ന് പറയുന്നത്. കാരണം ഒട്ടുമിക്ക എല്ലാ വീടുകളിലും ഈ ഒരു ചെടി നമുക്ക് കാണാം. ഈ ഒരു ഭാഗത്തായി അഗ്ലോണിമ പ്ലാന്റ് കൂടാതെ ബിഗോണിയ വിഭാഗത്തിൽപ്പെട്ട കുറച്ച് പ്ലാന്റ്സും ഉണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോ കാണുന്ന കുറേ പേര് ചോദിക്കാറുണ്ട്, ഈ വെറൈറ്റി ഫ്രൂട്ട്സിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് എൻ്റെ വീട്ടിലുള്ളതാണോ എന്ന്. അതെൻ്റെ വീട്ടിലല്ല, അത് ഇക്കാൻ്റെ വീട്ടിലുള്ളതാണ് കേട്ടോ. ഇവിടെ കൂടുതലും ഇങ്ങനെ ചെടികളാണുള്ളത്. വെറൈറ്റി ഫ്രൂട്ട്സ് ഉണ്ടാകുന്ന ഒരുപാട് പ്ലാന്റ്സ് അവിടെ ഉണ്ട്. അപ്പോൾ ഒരുപാട് വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് ചാനൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. റോസ് ചെടികളൊക്കെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു, കുറേയൊക്കെ പോയിട്ടുണ്ട്. ഈ കാണുന്നത് ഒരു പ്രത്യേക തരം ഓർക്കിഡാണ്. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഓർക്കിഡ് കാണുന്നത്. നല്ല ഭംഗിയാണ് അതിൽ പൂ കാണാൻ. പലതരം ഓർക്കിഡ്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഓർക്കിഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓർക്കിഡ്സ് പല വെറൈറ്റീസും ഉണ്ട്, പല പേരിലും നമുക്ക് കാണാം. വാൻഡ ഓർക്കിഡ്, ഡെൻഡ്രോബിയം, അതുപോലെ ഗ്രൗണ്ട് ഓർക്കിഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ കുറേയൊക്കെ ഇവിടെ ഉണ്ട്, പല കളറിലും അതുപോലെ തന്നെ പല ഡിസൈനിലൊക്കെ ഉള്ളത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഒരുപാട് വെറൈറ്റീസ് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉള്ള കുറച്ച് വെറൈറ്റീസാണ് ഞാൻ കാണിക്കുന്നത്. ഓർക്കിഡ് പ്ലാന്റ്സിന് ഒരു പ്രത്യേകത തന്നെയുണ്ട്. കാരണം അത് ഉണ്ടാവാൻ കുറച്ച് കാലം എടുത്താലും ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ പൂക്കളൊക്കെ കുറേ കാലം നിൽക്കുന്നതാണ്. അതുണ്ടെങ്കിൽ തന്നെ നമ്മളെ ഗാർഡൻ കാണാനൊരു പ്രത്യേക ഭംഗിയാണല്ലോ. ഇത് പുതിയൊരു വെറൈറ്റി ആയിരുന്നു. അതിലെ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയി തുടങ്ങി. ഇതാണ് വാൻഡ ഓർക്കിഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ കാണുന്നതാണ് ഡാൻസിങ് ഗേൾ എന്ന് പറഞ്ഞ ഓർക്കിഡ്. ഇത് വേറൊരു വെറൈറ്റി ഓർക്കിഡാണ്. ഓർക്കിഡിൻ്റെ തൈകൾക്കൊക്കെ ചിലതിന് നല്ല വിലയാണ് നഴ്സറീസിലൊക്കെ. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് നോക്കിയാൽ നല്ല വിധത്തിൽ പൂക്കൾ ഉണ്ടാകുന്ന ഒന്നാണ്. ഇതൊക്കെ ഓരോ ഓർക്കിഡ് വെറൈറ്റീസാണ്. ചെടികളിലൊക്കെ തൈ ഉണ്ടാകുമ്പോൾ അതെടുത്ത് വേറെ ചട്ടിയിലേക്ക് മാറ്റി നട്ടുപിടിപ്പിക്കുന്നതുമുണ്ട്.
ഒരുപാട് വെറൈറ്റീസ് ഓഫ് 10 മണി ചെടികൾ ഇവിടെയുണ്ട്. 10 മണി ചെടി എന്നാണ് നമ്മൾ പറയാറ്. പല സ്ഥലങ്ങളിലും പല പേരിലാവും അത് അറിയപ്പെടുന്നത്. കാരണം ഇതിൻ്റെ പൂക്കളൊക്കെ 10 മണിയാകുമ്പോഴാണ് വിരിയാറ്. അങ്ങനെയാണ് 10 മണി ചെടി എന്ന് പറയുന്നത്. പിന്നെ ഒരുപാട് മണി പ്ലാന്റ്സിൻ്റെ വെറൈറ്റീസും ഇവിടെയുണ്ട്. ഈ കാണുന്നതാണ് എപ്പീഷ്യ എന്ന് പറഞ്ഞ പ്ലാന്റ്. ഇതിൻ്റെ പല വെറൈറ്റീസും ഇവിടെയുണ്ട്. ഈ കാണുന്നത് അലോക്കേഷ്യ വിഭാഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ്. ഇതിന് എലിഫൻ്റ് ഇയർ എന്നൊക്കെ പറയാറുണ്ട്. ഇതിങ്ങനെ കൂട്ടായിട്ട് ഉണ്ടായി നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. പിന്നെ ഒരു ഭാഗത്ത് ഒരുപാട് ആന്തൂറിയം വെറൈറ്റീസ് ഉണ്ട്. അത് പല നിറത്തിലുണ്ട്. ഈ കാണുന്നതൊക്കെ ആന്തൂറിയം ചെടികളുടെ തൈയാണ്. തൈകളുണ്ടായപ്പോൾ വേറൊരു ചട്ടിയിലേക്ക് മാറ്റി വെക്കുന്നതാണ് ഇതെല്ലാം. ഉമ്മ സമയം കിട്ടുമ്പോഴൊക്കെ ചട്ടിയുടെ പെയിൻറ്റ് മാറ്റിയിട്ടും അതുപോലെ തന്നെ ചെടി ഒരു ഭാഗത്ത് വെച്ചതാവില്ല ചിലപ്പോൾ വേറൊരു ഭാഗത്ത് കാണാറ്. അങ്ങനെ മാറ്റി മറിച്ചൊക്കെ വെച്ച് ഉമ്മ എങ്ങനെയൊക്കെ ഗാർഡൻ ഭംഗിയാക്കാൻ പറ്റും അങ്ങനെയൊക്കെയാണ് ചെയ്യാറ് ഒഴിവു സമയങ്ങളിൽ. ഈ ഒരു ഭാഗത്ത് നമുക്ക് ചെറിയൊരു ആമ്പൽക്കുളമൊക്കെ കാണാം. അതിന് ഭംഗി കൂട്ടാനായിട്ട് ചെറിയ തൂണൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ തൂൺ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ വീട്ടിൽ ഈ സിറ്റ് ഔട്ടിലൊക്കെ താഴെ ഇങ്ങനെ കാണുമല്ലോ, ചാരുപടിയിലൊക്കെ, ആ തൂണ് വെച്ചിട്ടാണ്. അതിലിങ്ങനെ വേറെ ചെടികളൊക്കെ വെച്ച് കാണാൻ നല്ല ഭംഗിയാണ്. ഇതും അതുപോലെയുള്ള ഒന്നാണ്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരുപാട് ചൈനീസ് ബോൾസ് എന്ന് പറഞ്ഞ ചെടി വെച്ചത് കാണാം. നമ്മളിത് നാട്ടിൽ പോപ്പിച്ചെടി എന്നൊക്കെയാണ് പറയാറ്. അപ്പോൾ അത് പല കളറിലുണ്ട്, പിന്നെ പല ഡിസൈനിലായിട്ടൊക്കെ ഉള്ളതുണ്ട്. ഇതിങ്ങനെ ഒരുമിച്ച് കൂട്ടായിട്ട് വളർന്ന് നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. പക്ഷെ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഭംഗി നമ്മൾ നേരിട്ട് കാണുമ്പോഴാണ്. പിന്നെ നമുക്ക് ഒരുപാട് ഇലച്ചെടികൾ ഇതാ ഇങ്ങനെ കൂട്ടായിട്ടുണ്ടായി നിൽക്കുന്നത് കാണാം. ഇത് സിങ്കോണിയ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ചെടിയാണ്. അതിൻ്റെ പല വെറൈറ്റീസും നമുക്ക് ഇവിടെ കാണാം. ഇതിങ്ങനെ മതിലിലൂടെ പടർന്നുണ്ടായിട്ടുണ്ട്. ഇതിൽ തന്നെ പല വെറൈറ്റീസും നമുക്ക് കാണാം. ഇത് വേറൊരു വെറൈറ്റി പ്ലാന്റ് ആണ്. അതുപോലെ തന്നെ വീടിൻ്റെ ഒരു ഭാഗത്തായിട്ട് ലവ് ബേർഡ്സിനായിട്ട് ഒരു വലിയ കൂടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ കുറച്ച് ലവ് ബേർഡ്സും പിന്നെ ഫിഞ്ചസ് എന്ന് പറഞ്ഞ ബേർഡ്സും ഉണ്ട്. ഒരുപാട് ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ കളക്ഷൻസും ഉണ്ട്. ഒരു പ്ലാന്റിൻ്റെ തന്നെ പല വെറൈറ്റീസും ഇവിടെ ഉണ്ട്. അപ്പോൾ പറ്റുന്ന പോലെ കുറേയൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ വീഡിയോയുടെ ലെങ്ത്ത് കൂടണ്ടെന്ന് വെച്ചിട്ടാണ് ഒരുപാടായിട്ട് കാണിക്കാത്തത്. ഈ കാണുന്നതാണ് ജർബറ എന്ന് പറഞ്ഞ പ്ലാന്റ്. അത് ഒരു പ്ലാന്റിൽ തന്നെ 3 പൂക്കളുള്ളത് കാണാം. വിവിധ തരത്തിലുള്ള വാട്ടർ പ്ലാന്റ്സിൻ്റെ കളക്ഷൻസ് ഉണ്ട്. ആമ്പൽ, അതുപോലെ തന്നെ താമര. ആമ്പൽ പല കളറിലുള്ളതുണ്ട്. താമര ഉണ്ടായിരുന്നു, പക്ഷേ താമര പെട്ടെന്ന് കേടൊന്ന് പോയി. അതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഈ കാണുന്ന ആമ്പലിൻ്റെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരൊക്കെ ചാനലൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇങ്ങനെ വലിയ ടയർ വെച്ച് അതിൻ്റെ മേലെ സിമെൻറ്റിൻ്റെ വലിയൊരു പാത്രം വെച്ചിട്ടാണ് ആമ്പൽ വളർത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിലുണ്ട്. പിന്നെ ഞങ്ങളത് മാറ്റി അങ്ങനെ ഒരു ടാങ്ക് പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ വളർത്താൻ തുടങ്ങി. അപ്പോൾ നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട്. പിന്നെ അതിനിങ്ങനെ ഒരു ഗ്രില്ലും കൂടെ ഇട്ട് കൊടുത്തപ്പോൾ വല്ലാണ്ട് ഇലകളൊന്നും ചാടി വെള്ളമൊന്നും കേടായില്ല പെട്ടെന്ന്. പിന്നെ അതിൽ ഒരുപാട് മീനും ഉണ്ട്. ഇനി
പിന്നെ ഈ കാണുന്ന ചെടികൾ നമ്മുടെ വീട്ടിലെ വിറക് വരൻ്റെ മേലെയായിട്ട് വെച്ചിട്ടുള്ളതാണ്. നമ്മൾ ടെറസിലൊക്കെ വെക്കുന്നത് പോലെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരുപാട് പച്ചക്കറികളും അതുപോലെ കുറച്ചൊക്കെ ചെടികളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അതാണ് ഈ കാണുന്നത്. ഇവിടെ മേലെയായിട്ട് ഇങ്ങനെ കുറച്ച് കഞ്ഞിക്കൂർക്കൽ 2 വിധത്തിലുണ്ട്. ഇതൊരു പ്രത്യേക ഭംഗി തന്നെയാണ് കാണാൻ. പിന്നെ അതുപോലെ മുളക്, കുരുമുളക്, വഴുതന, അങ്ങനെ കുറച്ച് പച്ചക്കറികളും അതുപോലെ തന്നെ കുറച്ച് ചെടികളൊക്കെ വെച്ചത് കാണാം. പിന്നെ അതുപോലെ തന്നെ അലോവേര, അതുപോലെ ഇഞ്ചി, അങ്ങനെ ഒരുപാട് സംഭവങ്ങളും ഈ ഒരു ഭാഗത്തായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഓരോ ഭാഗത്തായിട്ട് കുറേ മരങ്ങളൊക്കെ ഉണ്ട്. ആപ്പിൾ ചാമ്പ, ആര്യവേപ്പ്, മാംഗോ ട്രീ, അങ്ങനെ ഒരുപാട് മരങ്ങളും ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഗാർഡനിങ് വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്